ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ജിബ് ആൻഡ് കോട്ടർ ജോയിൻ്റ് എന്നതിൻ്റെ ഫിഗറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തരുന്ന ഐസോമെട്രിക് വ്യൂ. ഈ വ്യൂ നോക്കി നിങ്ങൾ ഈ ഫിഗറാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതിൻ്റെ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ, പിന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ, പിന്നെ ടോപ്പ് വ്യൂ. അങ്ങനെ 3 വ്യൂസാണ് വരയ്ക്കേണ്ടത്. 3 വ്യൂസ് വരയ്ക്കണം. പിന്നെ ഈ പേര് എഴുതണം, ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ എന്നൊക്കെ എഴുതണം. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ടേബിൾ, ഐറ്റംസ് എന്ന് പറയുന്ന ആ ടേബിൾ ചെയ്യണം. ഡയമെൻഷൻ എല്ലാം വേണം. ഈ 1, 2, 3 നമ്പർ ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫിഗറാണ് നമ്മൾ ഓട്ടോകാഡിൽ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫിഗർ ഇതിലാണ് ഡയമെൻഷനെല്ലാം ഉള്ളത്. അപ്പോൾ എക്സാമിന് തരുന്നത് ഈ ഒരു ഫിഗർ ആയിരിക്കും. അത് ഉപയോഗിച്ച് ഈ ഫിഗറാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനിപ്പം ഇത് നോക്കിയായിരിക്കും വരയ്ക്കുന്നത്. നിങ്ങൾ ഇത് കാണിച്ചിട്ടായിരിക്കും ഞാനിവിടെ വരയ്ക്കുന്നത്. ഡയമെൻഷൻ ഉള്ളത് എൻ്റെ കയ്യിൽ ഈ ഫിഗർ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയായിരിക്കും ഡയമെൻഷൻ എല്ലാം ഞാൻ എടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. അതിൽ പ്രിസിഷൻ ഇത്രയാക്കുന്നു, ഡെസിമലാണ്, മില്ലിമീറ്റേഴ്സുമാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. ലിമിറ്റ് ആദ്യത്തെ 0 തന്നെ, അടുത്തത് 420 297 ആണ്. ഓക്കെ. അടുത്ത സൂം ഔട്ട് ചെയ്തു. പിന്നെയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ കമ്പോണൻറ്റും ഓരോ ലെയർ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആക്സിസിന് വേണ്ടി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിസ് എന്ന് പറഞ്ഞൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ആക്സിസ് എന്ന ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കളർ യെല്ലോ കളർ കൊടുത്തു. ദെൻ ലൈൻ ടൈപ്പ് അത് കണ്ടിന്യൂസ് മാറ്റി. ചെയിൻ ടൈപ്പ് ഓഫ് ലൈൻ, ഏതാണ് ചെയിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ഇതെടുക്കുക. ഇത് ഓക്കെ, ഇത് ചെയിൻ ടൈപ്പ് ലൈനാണ്. ഇത് കൊടുത്തു. ഇനി അടുത്തത് ഓരോ കമ്പോണൻറ്റിനും ഓരോ ലെയറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം കമ്പോണൻറ്റ് നമുക്ക് റോഡ് എൻഡ് അത് കൊടുത്തു. അതിന് കളർ ഓക്കെ, ലെറ്റ് ബി ദിസ് കളർ. കണ്ടിന്യൂസ് ലൈൻ തന്നെ, ഐ മീൻ സെൻറ്റർ അല്ല, സോളിഡ് കണ്ടിന്യൂസ് ലൈന്. അടുത്തത് റോഡിൻ്റെ കഴിഞ്ഞിട്ട് സ്ട്രാപ്പ് എന്ന കമ്പോണൻറ്റ്, അതിൻ്റെ കളർ ഓക്കെ പിങ്ക്, ഇത് കണ്ടിന്യൂസ് തന്നെ. അടുത്തത് ജിബിനൊക്കെ then കോട്ടൺ. ഓക്കെ. ഡയമെൻഷൻ നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വൈറ്റ് എന്ന് പറയുന്ന ബേസിക് ലെയറിൽ തന്നെ ഡയമെൻഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും ലേയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോട്ടർ എന്ന് പറയുന്ന ആ കമ്പോണൻറ്റ് വരച്ചു തുടങ്ങാം. ഈ ഒരു കമ്പോണൻറ്റ് ഹിഡൻ ലൈൻസ് ഒന്നും അല്ലാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസിൽ ആദ്യം കോട്ടർ വരയ്ക്കാം. അത് കഴിഞ്ഞ് ഈ ജിബ് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രൽ ലൈൻ വേണം. അതിന് ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുക. ഓർത്തോ മോഡ് ഓൺ ചെയ്ത് സെൻട്രൽ ലൈൻ വരച്ചു. സെൻട്രൽ ലൈനാണ് ആക്കേണ്ടത്. സോ ആക്സിസ് ഓക്കെ, സെൻട്രൽ ലൈൻ ആക്കി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ജിബാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 110 ആണ്. അപ്പോൾ 55 മുകളിലേക്ക് 55 താഴേക്ക്, അപ്പം ടോട്ടൽ 110. അപ്പോൾ ഇതാണ് 110 ആണ്. നമ്മൾ വരയ്ക്കുന്നത് ആക്ച്വലി ക്വാർട്ടറാണ്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ബാക്കി അതിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ ഇവിടെ നിന്ന് 20 ഓക്കെ, ഇങ്ങോട്ട് 20 കൊടുക്കാം. ഇതാണ് 20 ലൈനായി. മുകളിൽ നമ്മൾ ടേപ്പർ 24 1:24 ആണ്. അപ്പോൾ മുകളിൽ വരുന്ന സമയത്ത് 20ക്ക് വരും 22.5 ആയിരിക്കും.
അതുപോലെ തന്നെ താഴെ എന്ന് പറയുന്നത് 17.5 ആയിരിക്കും. ഓക്കെ, ആ 2 ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ കോട്ടർ എന്ന് പറയുന്ന സംഭവം. ഇനി അതിൻ്റെ കൂടെ ജിബ് എന്ന് പറയുന്ന അതും കൂടെ വരയ്ക്കും. അതിൻ്റെ നോക്കാം. 20 ആണ്, ദെൻ 22 വരച്ചു. അപ്പോൾ ഈ ഫിഗറാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് 16 + 16, അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും 16 ആണ്, പിന്നെ ഇത്രയും 16 ആണ്. അപ്പോൾ 16 32 വരും. 32 ആണ് ഇത്രയും. സോ ഓർത്തോ മോഡ് ഓൺ ചെയ്യുന്നു, മുകളിലേക്ക് 32 ഇടുന്നു, ദെൻ ഇങ്ങോട്ട് 10. ദെൻ അതിൻ്റെ ഹൈറ്റ് ഐ തിങ്ക് എത്രയാണ് ഹൈറ്റ്? ഹൈറ്റും 10 തന്നെയാണ്. ഓക്കെ, ആക്ച്വലി ഈ ലൈൻസ് എല്ലാം കോട്ടറല്ല, ജിബാണ്. ഓക്കെ, ജിബ് എന്ന ഇതിലായി നമ്മൾ പഠിക്കുന്നത്. ഇതൊന്നും ആക്ച്വലി ആ ലൈൻ്റെ ആവശ്യമില്ല, പിന്നെ കളയാം. ഓക്കെ, ജിബിൽ അതുപോലെ തന്നെ താഴേക്കും ഉണ്ട്. സോറി, അത് ഒബ്ജക്റ്റ് സ്നാപ്പ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ വളഞ്ഞു പോകും. പകരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീട്ടി ഇങ്ങനെ വയ്ക്കുന്നു, എന്നിട്ട് ട്രിം ചെയ്ത് കളയും. ഓക്കെ, ഇത്രയും വരച്ചു. ഇത് കുറച്ച് പോർഷൻ ഡോട്ടഡൊക്കെ ആക്കാനുണ്ട്, നമുക്ക് പിന്നെ ആക്കാം. ഇനി നമുക്ക് അതിൽ റോഡൻ്റ് എന്ന് പറയുന്ന കമ്പൗണ്ട് വരയ്ക്കുക. അതായത് ഈ പോർഷൻ നമുക്ക് വരയ്ക്കാം. ഈ പോർഷൻ നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ റോഡൻ്റ് എന്ന് പറയുന്ന ആ പോർഷൻ വരയ്ക്കാം. റോഡൻ്റ് ലൈൻ റോഡൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ക്രോസ് സെക്ഷൻ 32 ആണ്. അപ്പോൾ മുകളിലോട്ട് 16, then 32, താഴേക്ക് 32. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ഈ ലൈൻ ആക്ച്വലി ഇങ്ങ് നീളത്തിനങ്ങ് പോകും. അപ്പം നമുക്ക് അതിനെ കുറച്ച് നീട്ടിപ്പോവാം. ലൈൻ എത്രയാണെന്നില്ല നമുക്ക് ബാക്കി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇതാണെങ്കിലും നീളത്തിരിക്കട്ടെ, പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ലൈനെ നമുക്ക് അസെൻഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ഇടയ്ക്കുള്ളത് കട്ട് ചെയ്ത് കളയാം. ഈ ലൈൻ നമുക്ക് അസെൻഡ് ചെയ്യാം. ഇടയ്ക്ക് വരുന്നതെല്ലാം നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാം. ഈ ലൈനായി. പിന്നെ ഈ പോർഷൻ ഇതുണ്ട്. അതിനു വേണ്ടി അത് ആക്ച്വലി സ്ട്രാപ്പ് എന്ന പോർഷനാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് എത്രയുണ്ടെന്ന് നോക്കണം, മെഷർ ചെയ്യാം. അത് ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 24 ഈ പോർഷനിൽ നിന്ന് 24 ആണ്. അതായത് ഇവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്നോട്ട് 24 ആണ്. 24 ലൈൻ വരച്ച് അത് ഇവിടെ കൊണ്ട് ചേർത്തു. ഓക്കെ, ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഒരു ക്ലിയറൻസ് വരും. അതായത്
ഈ ഒരു ക്ലിയറൻസിൻ്റെ പോർഷൻ ഇവിടെ ആയിട്ട് ക്ലിയറൻസ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ 3 mm ആണ് ആ ക്ലിയറൻസ് ഡിസ്റ്റൻസ്. താഴേക്കും അത് ഡോട്ടഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ലൈന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ 22 അതും കഴിഞ്ഞ് 22 വരെ ഉണ്ട്. ആദ്യം 32 പിന്നെ 22. 32 + 22 54 ആണ്. ഇത് ആക്ച്വലി ഉണ്ടല്ല സ്റ്റാഫാണ്. ഇതായി ഈ ഒരു പോർഷൻ നമുക്ക് താഴെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി നമുക്ക് മ്യൂട്ട് ചെയ്യുമ്പോൾ പോകാം. ഓക്കെ, ഇങ്ങോട്ട് ഓക്കെ, ഇത്രയും ആയിട്ടുണ്ട്. ഇവിടെ മറ്റേ ഫില്ലറ്റാണ് വരേണ്ടത്. ഫില്ലറ്റ് ഓപ്ഷൻ എടുക്കുന്നു. ഫില്ലറ്റിൻ്റെ റേഡിയസ് 16 തന്നിട്ടുണ്ട്. അപ്പം 16 അതുപോലെ തന്നെ ഇവിടെ 16 ആയിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഇവിടെ മറ്റേ സ്പ്ലൈൻ അല്ല കൊടുക്കേണ്ടത്, ഇത് സ്ക്വയർ പ്രോസഷനാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇവിടെ വരയ്ക്കുക, ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ അതേസ് ചെല്ലുക. ലോഡ് ഏറ്റവും താഴെ സിക്സാഗ് എന്ന് പറയുന്ന ഒരു ലൈൻ ടൈപ്പ് ഉണ്ട്, സിക്സാഗ്. അപ്പം അതിൻ്റെ സിക്സാഗ് ഇത് കൊടുത്ത് നോക്കാം. സെലക്ട് ചെയ്യുന്നു, സിക്സാഗ്. ഇത് പക്ഷേ നമുക്ക് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ ഫാക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. 0.25 ഇവിടെ കൊടുത്താൽ കറണ്ട് ഓഫ് ദ സ്കെയിൽ കൊടുത്താൽ ശരിയാവത്തില്ല. ആക്ച്വലി നമുക്ക് നോക്കാം. ഇല്ല, ശരിയായിട്ടില്ല. ഗ്ലോബൽ ട്രൈ ചെയ്ത് നോക്കാം. ഗ്ലോബൽ എടുത്തപ്പോഴേക്കും ഇതാ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണല്ലോ ആ ഒരു സെക്ഷൻ വരേണ്ടത്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് നിയറസ്റ്റ്. ഓക്കെ, ആഹാ, ഇവിടെ ഇങ്ങനെ വന്നു. എന്നാൽ പിന്നെ ഇവിടെ അങ്ങനെ കൊടുക്കാമല്ലോ. ഒന്ന് കൊടുക്കാം. ഇതിലുള്ള പ്രൊജക്ഷൻ കളയാം. നമുക്ക് ഇതേ സംഭവം തന്നെ ഇവിടെയും കൂടെ കൊടുക്കാം. ആ ഹാച്ചിങ് ഒഴിവാകാനായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം.
ഇത്രയും പോർഷനിൽ മാത്രം ഹാച്ചിങ് മതി. അതിന് വേണ്ടി നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്ലിയറൻസിൻ്റെ സെക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ, 3 അതുപോലെ പറ്റി ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ആക്ച്വലി ഇതല്ല, ഇത് നമുക്ക് ഡോട്ടർ ലൈൻസാണ് ആക്കേണ്ടത്. ഡോട്ടർ ലൈൻസ് ആക്കാനായിട്ട് നമുക്ക് ഇവിടെ ഡോട്ടർ ലൈൻ നമുക്ക് കൊടുക്കാം. ഡാഷ്ഡ് ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡോട്ടർ ലൈൻസ് ആക്കാം. ഇവിടെ ഇത്രയും പോർഷനാണ് ഡാഷ്ഡ് ആക്കേണ്ടത്. അപ്പോൾ അതിനത്രയും പോർഷൻ വെച്ച് കട്ട് ചെയ്ത് കളയണം. അതിന് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നത്? ബ്രേക്ക് എന്താ പറ്റില്ല, ബ്രേക്ക് അറ്റ് പോയിട്ട് ലൈൻ സെലക്ട് ചെയ്തു. വീണ്ടും ലൈൻ സെലക്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, അതും ഡാഷ്ഡാക്കി. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്യുന്നു, ഈ ലൈൻ്റെ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ചെയ്തു. ഓക്കെ, ഡാഷ്ഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതും ഡാഷ്ഡാക്കണം. ഡാഷ് ബേസിക്കലി ഈ സെൻട്രൽ ലൈനിന് താഴെയുള്ള ഈ പില്ലാണ് ഡാഷ്ഡാക്കിയത്. ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യും, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ കാണുന്നുവെങ്കിൽ നമുക്ക് ആ സമയത്ത് ശരിയാക്കാം. ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയണോ വരുന്നു. ആക്ച്വലി ഈ ലൈനുണ്ട്. ഓക്കെ അല്ലേ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹാച്ചിങ് ചെയ്യാം. ഹാച്ചിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിക്ക് പോയിൻറ്റ്സ്, നമുക്ക് ആദ്യം റോഡിൻ്റെ ഹാച്ച് ചെയ്യാം. റോഡിൻ്റെ ഹാച്ച് ചെയ്യാം. ഹാച്ചിട്ട് കൊടുത്തു. പിക്ക് പോയിൻറ്റ്സ് ഇത്. ഓക്കെ, ദെൻ അടുത്തത് സ്ട്രാപ്പിൽ ആംഗിൾ 90 എന്ന് കൊടുക്കുന്നു. സോറി, 90 പിക്ക് പോയിൻറ്റ്സ്. ഇവിടെ ഓക്കെ, ഇവിടെയും ഹാച്ചിങ് കംപ്ലീറ്റ് ആയി. I think we have completed almost complete ആയെന്ന് തോന്നുന്നു. ടോപ്പ് ഹാഫ് സെഷൻ എലിവേഷൻ കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. ഇനി നമുക്കിത് ബേസ് ചെയ്ത് ഈ സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാം. സൈഡ് വ്യൂ വരയ്ക്കാൻ 32ൻ്റെ ക്ലോസ് സെഷനാണ്. ആക്ച്വലി അത് സ്ട്രാപ്പ് അല്ല, റോഡിൻ്റാണ്. 32 ഓക്കെ, and then
സ്ട്രാപ്പ് ഓപ്ഷൻ എടുക്കുന്ന ഈ ലെവലിലാണ് വരേണ്ടത്. ഇങ്ങനെ അതും 32 ആണ്. Okay, and then നമ്മൾ ഗിപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ പറ്റിയിരിക്കുക. അതിന് മുന്നേ നടുക്കൊരു ലൈൻ വരയ്ക്കാം. ആക്സിസ് ഇതിൻ്റെ നടുക്കൂടെ ആക്സിസ് ഓക്കെ. കിട്ടുന്നില്ല, നമുക്ക് വരയ്ക്കാം. അതിൻ്റെ ടോട്ടൽ തിക്നെസ് 10 mm ആണ്. ഇങ്ങോട്ട് 5 ഇങ്ങോട്ടാണ്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിൽ വരണം. ഓക്കെ. ഇത് വെച്ചിട്ടുണ്ട് ഈ ക്വാർട്ടറിൻ്റെ ലെവലിൽ ആക്സിസ് വലുതാക്കണം. ഓക്കെ. ക്വാർട്ടർ ഓക്കെ. പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഇത് ഡോട്ടഡ് ആക്കണം. അപ്പം അതിന് വേണ്ടി അവിടെ ബ്രേക്ക് ചെയ്യണം. ഈ ലൈൻ്റെ ഇവിടെ ബ്രേക്ക്, ഇവിടെ ബ്രേക്ക്, ഇവിടെ ബ്രേക്ക്, ഈ ലൈൻ്റെ ഇവിടെ ബ്രേക്ക്. ഈ ലൈൻ ഡാഷ് ആക്കാം. ഹാച്ചിങ് കൂടെ വരും. റോഡ് എൻഡിൻ്റെ ഹാച്ചിങ് ആണ് ഇവിടെ കാണുമ്പോൾ 0. ഓക്കെ, 0 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പം ആ വ്യൂ ആയി. ഇനി നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നോക്കാം. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് സ്ട്രാപ്പായിരിക്കും അത്.
ഈ ലൈൻസ് ഫിക്സ് ആയതാണ്. ആക്ച്വലി ഇവിടെ റോഡൻ്റാണ്. ഓ മൈൻ റൈറ്റ്. ഓക്കെ, ഇവിടെയും ഈ ഓക്കെ ഈ പോർഷൻ കഴിഞ്ഞ് വരുന്നത് ആക്ച്വലി ഇതാണ് റോഡൻ്റാണ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യണം. ഈ പോർഷൻ വെച്ച് കട്ട് ചെയ്യുന്നു, ഈ ലൈനും ഈ പോർഷൻ വെച്ച് കട്ട് ചെയ്യുന്നു. ഈ പോർഷൻ റോഡൻ്റാണ്. ഓക്കെ, മുകളിൽ നോക്കുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇനി ജിപ്പും കോട്ടൻ്റെയും അതിൻ്റെ ഒരു പോർഷനും കൂടെ ഉണ്ട്. അപ്പം അതിനു വേണ്ടി നമുക്ക് എക്സസൈസ് എടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ മുകളിൽ നോക്കുമ്പം ആദ്യം ഈ പോർഷനായിരിക്കും കാണുന്നത്. അപ്പം ഇവിടുത്തെ ഒരു കട്ട് ഇവിടെ വരണം. അതുണ്ട്. ഇനി നമ്മൾ ആ ലൈനിനെ വീണ്ടും കട്ട് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഈ പോർഷൻ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു, ഈ ലൈന് ഈ പോർഷൻ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത്രയും പോർഷൻ ആക്ച്വലി കോട്ടറാണ്, ബാക്കി ഇത്രയും പോർഷൻ ജിബാണ്. മുകളിൽ നോക്കുമ്പോൾ ഇത്രയാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്ലിയർനെസ്സും കൂടി ഇവിടെ വരാനുണ്ട്. ഈ ഒരു ക്ലിയർനെസ്സും കൂടി ഇവിടെ കിട്ടാറുണ്ട്. അപ്പം അത് ആക്ച്വലി സ്ട്രാപ്പിൻ്റെ തന്നെയാണ്. 3 mm ക്ലിയറൻസ് ആണ്. 310. ഓക്കെ, കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് ടോപ്പ് ബൈ ലെയർ ഓഫ് 0 ടോപ്പ് ഓഫ് സെക്ഷണൽ എലിവേഷൻ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് സൈസ് ഒന്ന് കൂട്ടുന്നു. 2.5 to 4. ശേഷം നടുക്കായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കുറച്ചും കൂടെ താഴേക്കാക്കാം. മൂവ് നമ്മൾ ഈ എൻ്റെ ടോപ്പ് വരെ ഒന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നു. കുറച്ച് ഓക്കെ, ടോപ്പ് ഓഫ് സെക്ഷൻ എലിവേഷൻ ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇത് പ്ലാൻ
ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, ഇനി വലിയ ലെറ്റേഴ്സിൽ നമ്മൾ എഴുതാനുള്ളതായിട്ടുണ്ട്. കോപ്പി. Jib and quarter joint, and the size will be even bigger, not sufficient. Yeah, okay, let it be. നമ്മൾ ഇനി ഇതിൽ ഡയമെൻഷനിങ് ചെയ്യാനായിട്ടുണ്ട്. ഡയമെൻഷൻ ടൂൾ എടുക്കുന്നു. മിക്കവാറും അതിൻ്റെ ടെക്സ്റ്റ് സ്മോൾ ആയിട്ടായിരിക്കും വരുന്നത്. നോക്കാം. ഡയമെൻഷനിങ്ങിന് നമുക്ക് ഡീഫോൾട്ട് ഇത് മതി. കാണാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ. ഓക്കെ, 16. Sorry. Okay. Clearance ഉണ്ട്. ഇവിടെ 20, ഇവിടെ 32, and then ഇവിടെ 22, ഇവിടെ റേഡിയസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ and the height ഇട്ട് കൊടുത്തു. നമുക്ക് ഫിഗർ നോക്കാം. ഫിഗറിലുള്ള എല്ലാം പുറത്തെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഇവിടെ 24 കൊടുക്കാനുണ്ട്. 24 means ഈ ഡിസ്റ്റൻസ് ടു its 24 നമുക്ക് ഇവിടെ കൊടുക്കാം. ലുക്സ് ബെറ്റർ. ഇവരുടെ ക്ലിയറൻസ്. ഓക്കെ, ഡയമെൻഷൻസ് എല്ലാം ആയി. എല്ലാ ഡയമെൻഷൻസും ഏകദേശം ആയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ അതെല്ലാമായി. ഇനി ടേബിളാണ് വരയ്ക്കേണ്ടത്. അതിന് ഇൻസേർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, ടേബിളിൻ്റെ ഉണ്ട്. ആ ടേബിളും കൂടെ ഞാൻ വരച്ച് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ടേബിളും കൂടെ ക്രിയേറ്റ് കാര്യമേ ഉള്ളൂ. ഇത്രയും ആയിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക. ഇത്രയാണ് ജിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. അപ്പോൾ താങ്ക് യു.